ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് മേശയും അതുപോലെ തന്നെ കവുങ്ങ്, അതായത് അടക്കാമരത്തിൻ്റെ കുറച്ച് പീസുകൾ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മീതെ കട്ടിലിൻ്റെയൊക്കെ ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ പഴയ കട്ടിലിൻ്റെ ഇങ്ങനത്തെ ഒരു ബോർഡ് കുറച്ചുണ്ടായിരുന്നു, അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പഴയൊരു മേശയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മേശയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡോ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം മണ്ണിടാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മീതെയായിട്ടാണ് മണ്ണിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് സ്ഥലത്ത് മണ്ണിട്ടിട്ടില്ല, അതായത് പുൽക്കൂട് വെക്കാനും ചെറിയ ചെറിയ വീടുകളൊക്കെ വെക്കാനും കിണറും അങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ് ഞാൻ ഒഴിച്ചു വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്ന പുൽക്കൂടിനുള്ള സാധനങ്ങളും അതുപോലെ ഇത് നമ്മുടെ കൊട്ടാരം ഇരുന്നിട്ടാ. പിന്നെ ഈ കൊല്ലം ഞാൻ ഈ കൊട്ടാരം വെക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തവണ ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കഴിഞ്ഞൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പുൽക്കൂട്. ഇത് ഞാൻ മുളയുടെ കമ്പും അതുപോലെ തന്നെ ബേസ് ബോർഡും വൈക്കോലൊക്കെ വെച്ചാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ പൊടി തട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ സ്റ്റാറൊക്കെ എടുത്ത് തൂക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് നമ്മൾ സെക്കൻഡ് ഡേ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തെന വാങ്ങിയിട്ട് നമ്മൾ തെന ഒരു 8 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ പുല്ല് വേണ്ട സ്ഥലത്ത് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് 3ാമത്തെ ഡേ ആണ് ഈ കാണുന്നത് പോലെ മുളച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേനയിട്ട അന്ന് മുതൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കുപ്പിയിൽ ഇങ്ങനെ ചെറിയ ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുത്തനെ വയ്ക്കുമ്പോൾ അത് ഫുള്ള് ഇങ്ങനെ ഭയങ്കര കട്ട കൂടിയോടെ നിൽക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 4ാമത്തെ ഡേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പുൽക്കൂടും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ എടുത്തിട്ട് അതിലെ വൈക്കോലൊക്കെ പോയതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 4ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലകൾ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ 2ാമത്തെ ദിവസമാണ് തേന പാകിയിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം മുളച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5ാമത്തെ ദിവസം 6ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ പച്ചപ്പോലെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ആ വീടുകളൊക്കെ വെച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണൊക്കെ ഇടാനായിട്ട് തുടങ്ങി. ഞാനൊരു 18ാം തീയതി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തെനയൊക്കെ ഇട്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത് 23ാം തീയതി ആയപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാമും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തായാലും ഒരു 24ാം തീയതി ഒപ്പിച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും ഉപകാരപ്പെടും, ഇത്തവണ ഉപകാരപ്പെടാൻ തോന്നണില്ല. എന്തായാലും അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുൽക്കൂടിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള കിണറും അതുപോലെ തന്നെ പാലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലം വെച്ച് കൊടുക്കണം. അപ്പം അതിനായിട്ടൊരു ജസ്റ്റ് പുഴ പോലെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അതിന് ഞാൻ കേക്കിൻ്റെയൊക്കെ പെട്ടി എടുത്തിട്ട് ഇങ്ങനെ മണ്ണ് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ഒലിത്തതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കി വെള്ളം പോലെ ആക്കി. വൈറ്റ് സിമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആകുമ്പോൾ ഒരു നീല കളർ കിട്ടും, അതായാലും മതി. എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് സിമെൻറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് വെള്ള കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വീട് പണിക്കൊക്കെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കിടന്നേച്ചതായിരുന്നു കേട്ടോ, വൈറ്റ് സിമെൻറ്റ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ജസ്റ്റ് കുറച്ച് ആ പൊടിയെടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു അടപ്പല്ലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ട്രീ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ വീട്ടിൽ മരം വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എലിഞ്ഞിയുടെ കൊമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനെ ഉണങ്ങി കിടന്നതാണ്, ഉണങ്ങിയ കൊമ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനാകുമ്പോൾ ഒരുപാട് ചില്ലകളുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതൊരു കോട്ടൺ വെച്ച് ഫുള്ള് ചുറ്റി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കോട്ടൺ ജസ്റ്റ് നൈസായിട്ട് എടുത്തിട്ട് ഫുള്ള് നമ്മൾ ആ കൊമ്പുമേക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞൊല്ലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ട്രീലി, അതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഈ കൊല്ലം 2 ഇതിൻ്റെ ചില്ലകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചേക്കുന്ന ആ പുൽക്കൂടിൻ്റെ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ പാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലം ഉണ്ടാക്കിയത് ജസ്റ്റ് നമ്മുടെ ബേസ് ബോർഡ് വെച്ച് സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ജസ്റ്റ് പെയിൻറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് റെഡ് കളർ പെയിൻ്റ് ആയിരുന്നു, അത് വെച്ച് ജസ്റ്റ് വരയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൃഗങ്ങളെയൊക്കെ നിർത്താൻ പറ്റിയ ചെറിയൊരു കൂട്, അതായത് മിനിയേച്ചർ സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മേശ പോലത്തെ ഒരു സംഭവം, അതായത് നമ്മുടെ വൈക്കോലൊക്കെ വെക്കണ ഒരു മേശ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, എനിക്ക് ഒരു കൊല്ലവും പറ്റാത്തൊരു അബദ്ധമായിരുന്നു. കാരണം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തേനയുടെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ചീഞ്ഞതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം നമ്മൾ ഈ തവണ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും നമുക്ക് ചീഞ്ഞതുപോലെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളത് പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിതും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ഞാനിത് ഫുള്ള് അതും സാധനങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ തവണയും ഇത്രയും കനത്തിൽ തേനിടാറില്ല, കാരണം ഈ കൊല്ലം ഭയങ്കര തിക്കിലിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ പുറ്റ് പോലെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി.
പക്ഷെ അത് ഇടയ്ക്കൊന്ന് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും വിഷമമായി, ഇങ്ങനെ ചീഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഫുള്ളിന് പോകുമെന്നൊക്കെ ഓർത്തു. പക്ഷേ ഞാൻ അത്രയും ഭാഗം മണലിട്ടിട്ട് നമ്മുടെ മിനിയേച്ചറും അതുപോലെ തന്നെ കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വെയിൽ പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ കൊല്ലം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ വെയിൽ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബേസ് ബോർഡ് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ട്രീ ഉണ്ടാക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗിൽറ്റ് പോലത്തെ സംഭവം വീടിൻ്റെ അവിടെ തൂക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അലങ്കാര സാധനങ്ങൾ നമ്മുടെ ട്രീയിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് രൂപങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 സെറ്റ് രൂപങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ ഒരു പഴയ രൂപങ്ങൾ ഞാനത് ജസ്റ്റ് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മണ്ടയിൽ ഇങ്ങനെ താത്തിക്കും അറിയില്ല, കാരണം അത് കളയാൻ തോന്നുന്നില്ല. പിന്നെ നമ്മുടെ പുതിയ സെറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പഴയത്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെയിൻ്റ് അടിച്ചപ്പോൾ ഇങ്ങനെ അറിയില്ലെങ്കിലും നമ്മൾ മണ്ണിൽ ഇങ്ങനെ താത്തിയ പോലെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ നമ്മൾ ഫുള്ള് രൂപങ്ങളും വെച്ച് നമുക്ക് 2 മാലാഖ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 സെറ്റില്ല, അതുകൊണ്ട് ഒരെണ്ണം മാലാഖയും അത് കഴിഞ്ഞ് ഉണ്ണീഷനും നമ്മൾ കുഞ്ഞു വീട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കാമോ എന്നൊന്നും അറിയില്ല, തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഞാനത് ഇങ്ങനെ മാറ്റി വെക്കേണ്ടല്ലോ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കൊട്ടാരം വെക്കാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ വെയിലി പോലെ സംഭവം വെച്ച് തന്നെ നമ്മൾ മൃഗത്തിൻ്റെ കൂട് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം അത്രയും ഭാഗം സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കൂട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലൊരു മൃഗത്തിനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉണ്ണീഷനെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൈഡിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കിണറായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മിറ്റലും വൈറ്റ് സിമെൻറ്റും വെച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 2 നമ്മുടെ കുഞ്ഞു കോല് പോലെ വെച്ച് കൊടുത്തിട്ട് അത് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാണുന്നതാണ് നമ്മൾ ലൈറ്റ് ഇടുന്നതിന് മുന്നേ ഉള്ള വ്യൂ, അതായത് പകലുള്ള വ്യൂ. പിന്നെ ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പുറമേയൊക്കെ നമ്മൾ പല കളറായിട്ടുള്ളതും അകത്ത് നമ്മൾ നൈസ് വെള്ള പോലെയുള്ള കളറുള്ളതാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുല്ലിൽ പച്ച ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പച്ച ബൾബൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞൊല്ലൊക്കെ പുല്ലിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വർഷം നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പുൽക്കൂടും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മേളിലായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. 3 സ്റ്റാറുകളാണ് നമ്മൾ തൂക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.